മസ്തിഷ്കത്തിന്റെ ഭാഗമായ ഹൈപ്പോതലാമസ് എന്ന അന്തസ്രാവി ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. Today we can study about hypothalamus, which is a part of brain and also an endocrine gland, controls the pituitary gland and thereby other endocrine glands. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, റിലീസിംഗ് ഹോർമോണുകൾ, ഇൻഹിബിറ്ററി ഹോർമോണുകൾ. The main hormones produced by hypothalamus are oxytocin, vasopressin, releasing hormones and inhibitory hormones. മുൻ ക്ലാസുകളിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 3 ട്രോപ്പിക് ഹോർമോണുകളെ കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞതാണ്. പിറ്റ്യൂട്ടറിയുടെ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന 3 ട്രോപ്പിക് ഹോർമോണുകളാണ് TSH, ACTH, GTH. ഈ 3 ഹോർമോണുകളും പിറ്റ്യൂട്ടറിയുടെ മുൻദളം ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് ഏതെല്ലാം ഗ്രന്ഥികളിൽ മേൽ സ്വാധീനമുണ്ട്? തൈറോയിഡ് ഗ്രന്ഥിയിൽ മേൽ സ്വാധീനമുണ്ട്, അഡ്രീനൽ ഗ്രന്ഥിയിൽ മേൽ സ്വാധീനമുണ്ട്, അതുപോലെ ഗൊണാഡുകളായ വൃഷണത്തിന്മേലും അണ്ഡാശയത്തിന്മേലും സ്വാധീനമുണ്ട്. കാരണം ഈ ഗ്രന്ഥികളുടെ എല്ലാം പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകളായ TSH, ACTH, GTH എന്നീ ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ഈ ഹോർമോണുകൾ രക്തം വഴി തൈറോയിഡ് ഗ്രന്ഥിയിലെ എത്തുമ്പോഴാണ്, അതായത് TSH രക്തം വഴി തൈറോയിഡ് ഗ്രന്ഥിയിൽ എത്തുമ്പോഴാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കപ്പെടുന്നത്. അതുപോലെ ACTH രക്തം വഴി അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിൽ എത്തുമ്പോഴാണ് അവിടെയുള്ള പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുന്നത്. അതുപോലെ GTH രക്തം വഴി പുരുഷന്മാരുടെ വൃഷണങ്ങളിലും സ്ത്രീകളുടെ അണ്ഡാശയത്തിലും എത്തുമ്പോഴാണ് അവിടെ നടക്കേണ്ടതായ പ്രവർത്തനം ഉത്തേജിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളിൽ മേൽ സ്വാധീനമുണ്ട് എന്ന് പറയുന്നത്. We have already studied about the tropic hormones produced by the pituitary gland. The anterior lobe of the pituitary gland secretes 3 tropic hormones. They are TSH, ACTH and GTH. These 3 hormones are known as tropic hormones. And by producing these tropic hormones, pituitary gland has a great significance in the endocrine system. These tropic hormones controls the other endocrine glands. For example, TSH produced by the anterior lobe of the pituitary gland stimulates the activity of the thyroid gland. ACTH stimulates the activity of adrenal cortex, and GTH stimulates the activity of testes in males and ovaries in females. So by producing these tropic hormones, pituitary gland has a great significance in the endocrine system. ഈ 3 ഹോർമോണുകളും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളം ഉത്തേജിപ്പിക്കപ്പെട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ ഹൈപ്പോതലാമസ്
റിലീസിംഗ് ഹോർമോണുകൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഹൈപ്പോതലാമസ് റിലീസിംഗ് ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് അവ പിറ്റ്യൂട്ടറിയുടെ മുൻതളത്തിൽ എത്തുമ്പോഴാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉത്തേജിപ്പിക്കപ്പെട്ട് അവ ഈ 3 ട്രോപ്പിക് ഹോർമോണുകളെയും ഉൽപ്പാദിപ്പിക്കുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയാണ് ട്രോപ്പിക് ഹോർമോണുകൾ എന്ന് നാം മുൻപ് പഠിച്ചതാണ്. അതുകൊണ്ട് പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് അന്തസ്രാവി വ്യവസ്ഥയിൽ വളരെയധികം പ്രാധാന്യമുണ്ട് എന്നും നമ്മൾ മുൻപ് പഠിച്ചു. ഇപ്പോൾ നമുക്ക് മനസ്സിലായി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ പോലും നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് എന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമായ അന്തസ്രാവി ഗ്രന്ഥിയായ ഹൈപ്പോതലാമസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ നിയന്ത്രകനായ അന്തസ്രാവി ഗ്രന്ഥി ഹൈപ്പോതലാമസ് ആണെന്ന് കുട്ടികൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ പോലും നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് എന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ്. കാരണം ഹൈപ്പോതലാമസ് റിലീസിംഗ് ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് അത് പിറ്റ്യൂട്ടറിയുടെ മുൻതളത്തിൽ എത്തിയാലേ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് ഈ ഹോർമോണുകളെ, അതായത് TSHനെയും ACTHനെയും GTHനെയും ഉൽപ്പാദിപ്പിച്ച് മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഹൈപ്പോതലാമസിനെ മുഖ്യ നിയന്ത്രകൻ എന്ന് പറയുന്നത്. Hypothalamus is producing releasing hormones and these controls the pituitary gland. How releasing hormone controls the pituitary gland? The releasing hormone stimulates the anterior lobe of the pituitary gland, and then only the pituitary gland secretes the tropic hormones such as TSH, ACTH and GTH. So the production of tropic hormones, pituitary gland should be stimulated by the hypothalamus by producing the releasing hormones. And this is how hypothalamus is controlling the pituitary gland. So, for the production of tropic hormones, pituitary gland first should be stimulated by the hypothalamus. Hypothalamus must produce the releasing hormone and it should reach the anterior lobe of the pituitary gland, and then only pituitary gland gets stimulated and it secretes the tropic hormones. Hypothalamus ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് ഇൻഹിബിറ്ററി ഹോർമോൺ. എന്താണ് ഈ ഹോർമോണിന്റെ ധർമ്മം? ഇൻഹിബിറ്ററി ഹോർമോണുകൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപാദനത്തെ തടയുന്നു. ഇൻഹിബിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനെ തടയുന്നു, അതിന്റെ ഉൽപാദനത്തെ തടയുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? ഹൈപ്പോതലാമസ് എന്ന ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന റിലീസിംഗ് ഹോർമോണുകൾ പിറ്റ്യൂട്ടറിയുടെ മുൻതളത്തിൽ എത്തുമ്പോഴാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉത്തേജിപ്പിക്കപ്പെട്ട് ട്രോപ്പിക് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങുക. അതുപോലെ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഹിബിറ്ററി ഹോർമോണുകൾ പിറ്റ്യൂട്ടറിയുടെ മുൻതളത്തിൽ എത്തിച്ചേരുമ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപാദനത്തെ നിർത്തുന്നു, അല്ലെങ്കിൽ അതിന്റെ ഉൽപാദനത്തെ
തടയുന്നു. Hypothalamus produces another hormone called inhibitory hormone. Inhibitory hormone also controls the pituitary gland. What is the function of inhibitory hormone? Inhibitory hormone inhibits or stops the production of tropic hormones in the anterior lobe of the pituitary gland. ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ട്രോപ്പിക് ഹോർമോണുകളെ എപ്പോൾ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങണമെന്ന് നിർദ്ദേശം നൽകുന്നത് ഹൈപ്പോതലാമസ് ആണ്. അതിൻ്റെ റിലീസിങ് ഹോർമോണുകളാണ്. അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പ്രവർത്തനം, ഹോർമോണുകളുടെ ഉൽപാദനം, അതായത് ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപാദനം എപ്പോൾ നിർത്തണമെന്ന് തീരുമാനിക്കുന്നതും ഹൈപ്പോതലാമസിന്റെ ഇൻഹിബിറ്ററി ഹോർമോണുകളാണ്. അതായത് ഹൈപ്പോതലാമസ് ആണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉത്തേജിപ്പിക്കപ്പെട്ട് ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കേണ്ടത് എപ്പോഴാണെന്നും അതിന്റെ പ്രവർത്തനം നിർത്തേണ്ടത് എപ്പോഴാണെന്നും തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെയും അതുവഴി മൊത്തം അന്തസ്രാവി വ്യവസ്ഥയെയും നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത്. ഹൈപ്പോതലാമസ് ഈസ് ദി പ്രൈം കൺട്രോളർ ഓവർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് and also all the endocrine system by producing, releasing hormone and inhibitory hormone. How it controls pituitary gland and entire endocrine system? Hypothalamus controls the pituitary gland by producing, releasing hormone and inhibitory hormone. The hormone produced by hypothalamus stimulates the anterior lobe of the pituitary gland and secretes tropic hormone. The another hormone named inhibitory hormone inhibits the production of tropic hormones in the anterior lobe of the pituitary gland. So these two hormones produced by hypothalamus controls the pituitary gland and thereby the entire endocrine system. So hypothalamus is known as the prime controller. The hormone produced by the hypothalamus named releasing hormone stimulates the anterior lobe of the pituitary gland, and another hormone named inhibitory hormone inhibits the production of tropic hormone in the anterior lobe of the pituitary gland. In short, hypothalamus decides when pituitary gland start producing tropic hormones and stop the production of tropic hormone.